പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് 2025 ഒക്ടോബർ മാസം 16-ാം തീയതി ഞങ്ങൾ ഇന്ന് രാവിലെ ജർമ്മനിയിലെ കൊളോണിൽ നിന്ന് സ്റ്റട്ട്ഗാർട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഫ്രാങ്ക്ഫർട്ട്, ബെർലിൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ നമ്മൾ പോകുന്നില്ല. നേരെ മറിച്ച് ഇന്ന് രാവിലെ ഇവിടുന്ന് പുറപ്പെട്ട് ആദ്യം ഇവിടുത്തെ കൊളോൺ കത്തീഡ്രൽ സന്ദർശിച്ചതിന് ശേഷം നേരെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയുടെ കൊളോൺ എന്ന് പറയുന്ന നഗരത്തിലാണ്. ഈ കൊളോൺ നഗരത്തിലെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ കത്തീഡ്രലാണ്. അപ്പോൾ ഈ കത്തീഡ്രലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് വാറിലെ ബോംബിനെയൊക്കെ അതിജീവിച്ചു വന്നതാണെന്ന്. വേൾഡ് വാറിന്റെ ബോംബിങ്ങിൽ പെട്ടതാണ്, പക്ഷേ അതിൽ നിന്നും അതിജീവിച്ചു. എന്നാലും ഇപ്പോഴും വന്നിട്ടുണ്ട്, ക്രാക്ക് വന്നിട്ടുണ്ട്, എന്നാലും അതിനെ അതിജീവിച്ചതാണ് ഈ ചർച്ച്. അതാണ് അതിന്റെ ഒരു എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്നുള്ളത്. 100 വർഷം എടുത്തു ഇത് പണിയാൻ തന്നെ ഏതാണ്ട് 100 വർഷം എടുത്തതാണ്. പക്ഷേ ഏതായാലും വേൾഡ് വാറിൽ കുറച്ച് ഭാഗമൊക്കെ കേടുവന്നുള്ളെങ്കിലും ബാക്കി അതിജീവിക്കുവാൻ സാധിച്ചു. കത്തീഡ്രലിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ചകൾ. കത്തീഡ്രൽ കണ്ടതിന് ശേഷം ഞങ്ങൾ സ്റ്റട്ട്ഗാർട്ടിലേക്ക് പുറപ്പെട്ടു. ഹൈവേയിലുടനീളം 2 സൈഡിലും മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങൾ. അത് ഫലവൃക്ഷങ്ങളല്ല, നേരെ മറിച്ച് അവയുടെ ഈ പച്ച നിറമൊക്കെ മാറി ഒരുമാതിരി ചുമന്ന നിറത്തിലുള്ള വളരെ ഭംഗിയാർന്ന മരങ്ങളാണ് 2 സൈഡിലും. അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള കൃഷിപ്പാടങ്ങൾ. പക്ഷേ അവിടെ ഒരിടത്തും തന്നെ ഒരു മനുഷ്യരെയും കാണാനില്ല എന്നുള്ളതാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത്. അതായിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകത. Are going. It's free, the right? It's free. Yeah. No bike, no bike, no bike. Can you just drop me here? Yes. ഞങ്ങളിപ്പോൾ ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ മെഴ്സിഡസ് ബെൻസ് മ്യൂസിയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് വൈകിട്ട് 5 മണി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ മ്യൂസിയം കാണുവാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടൂർ മാനേജർ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മെഴ്സിഡസ് ബെൻസിൻ്റെ മ്യൂസിയം. ഈ ബെൻസ് മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ട് കാണുവാൻ എത്ര ഭംഗിയാണ്, എത്ര മനോഹരമാണ്. ആ വലിയ കെട്ടിടവും 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇടയ്ക്ക് കൊച്ചിന് സ്കൂളിൽ വേണ്ട
നമ്മുടെ ചെറിയ ബാഗ് എടുത്ത് നിങ്ങൾ നമ്മളാ കയറിയ റൈറ്റ് സൈഡിലേക്ക് പോവാം. ഞാൻ അവിടെ ഒരു ബോക്സ് തന്നെ തരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴോട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ വല്ലതും മേടിക്കാനുണ്ടെങ്കിൽ മെർസിഡീസ് ബെൻസിന്റെ ഒഫീഷ്യൽ സ്റ്റോർ ഉണ്ട്. നമ്മളെ ഡൈകാസ്റ്റ് മോഡൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ടൈമിന്റെ ഉള്ളിൽ നമ്മളെ ടൈം പറഞ്ഞുതരാം എത്തുന്നത്. അതിന്റെ ഉള്ളിൽ തീർത്തിട്ട് എല്ലാവരും പുറത്ത് വരേണ്ടി വരും. പിന്നെ ഡൈകാസ്റ്റ് മോഡൽസ് അവിടെ ഉണ്ട്. പക്ഷേ ഒരു നാട്ടിലൊരു കാറ് മേടിക്കുന്ന കാശാവുന്നേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കുന്ന കാശ് വേണം അവരുടെ ഒരു മോഡൽ മേടിക്കാൻ, നിയറായിട്ട് വയ്ക്കാനേ. അവിടെ നിന്ന് അങ്ങനത്തെ കുറച്ച് അതെ അതെ. പിന്നെ ടീഷർട്ട്, ജാക്കറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതൽ അവരുടെ. അല്ല, അതിനകത്തുള്ള വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വിന്റേജ്, അതായത് അങ്ങനെയാണ് ശരിക്കും ഇന്നത്തെ ബെൻസ്. ഞങ്ങൾ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ രാത്രി 8:30 മണിക്ക് ഡിന്നർ കഴിഞ്ഞിട്ട് എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് ലഭിച്ച മുറി ഇതാണ്. ഒരു ജർമ്മൻ ഹോളിഡേ ഇൻ എന്ന് പറയുന്ന ഹോട്ടലിലെ റൂമാണ്. വളരെ നല്ല, അത്യാവശ്യം നല്ല ഭംഗിയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള അല്ലേ, നല്ല റൂമാണ്. ടി വി ഉണ്ട്, 2 സെപ്പറേറ്റ് ബെഡുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാത്റൂമും കൂടി ഒന്ന് നോക്കിക്കളയാം. വാഷ്റൂം ഇതും വളരെ നല്ലതാണ്, വൃത്തിയുള്ളതാണ്. അപ്പോൾ ഒരു ജർമ്മൻ ഹോട്ടൽ വളരെ ഭംഗിയായിട്ടുള്ളതാണ്, സൗകര്യമാണ് അല്ലേ, എല്ലാം കൊണ്ടും നല്ല സൗകര്യമാണ്.